ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലം കേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാതെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കാഷ്യൂ നട്ട്സ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ 1/4 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ ബദാമും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കാഷ്യൂ നട്ടും ഒന്നിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഈന്തപ്പഴം അരിഞ്ഞെടുത്തത് വേണം. അപ്പോൾ ആദ്യം അതിൻ്റെ കുരുവൊന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചെറിയ പീസസായിട്ട് ഈന്തപ്പഴം ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഈന്തപ്പഴം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ സ്പൂണിട്ട് ഇളക്കരുത്, പഞ്ചസാര കട്ടിയായി പോകും. അപ്പോൾ കുറച്ചൊന്ന് കാരമലായി വന്ന് കഴിഞ്ഞതിന് ശേഷം അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആവുന്നതുവരെ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കണം. സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ വെള്ളം ചിലപ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ പഞ്ചസാര കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ അത് രണ്ടും കൂടെ മിക്സായി കിട്ടും. ചെറിയ തീയിലിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ കളറിലെ മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിലായിരിക്കണം. പെട്ടെന്ന് തന്നെ അതൊന്ന് സോക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കതിന് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ഗ്രാമ്പു, 3 ഏലക്ക, 1 ഇഞ്ച് കനത്തിലുള്ള കറുവാപ്പട്ട, ഒരു ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്നിച്ചൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതിൽ ഏലക്കയുടെ തൊലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫ്രൂട്ട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആ ഫ്ലോറിൻ്റെ മിക്സിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഫ്ലോർ ഈ ഫ്രൂട്ട്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഈ ഒരു സമയത്ത് നമുക്ക് കേക്കിനുള്ള ടിന്നൊന്ന് റെഡിയാക്കി വെക്കണം. അതിൽ ഓയിലോ ബട്ടറോ എന്തെങ്കിലും തടവിയിട്ട് ബട്ടർ പേപ്പർ ഒന്ന് ഇട്ടൊന്ന് റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമുക്കിനി ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. ഇനി അതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഓരോന്നായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു മുട്ട ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അടുത്ത മുട്ടയും അതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ 3 മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പ്ലം കേക്കിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ 1 ടീസ്പൂൺ പ്ലം കേക്ക് എസൻസ് ആണ് ചേർത്തത്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വൈറ്റ് പോർഷൻ ഇല്ലാതെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അത് 2 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി പകുതി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ആ ക്യാരമലിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അതൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അതൊരു 1/2 കപ്പ് ഉണ്ടായിരിക്കും. അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ ചൂട് നല്ലതുപോലെ ആറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് നേരമായിട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കമ്പൈൻ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ റെഡിയാക്കുന്ന ടൈമിൽ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് 180 ഡിഗ്രി സെൽഷ്യസിലൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഈ ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും വെച്ച് കൊടുക്കാം. വൺ 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത അവനിൽ 45 തൊട്ട് 50 മിനിറ്റ് വരെ ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്യൂർ കൊണ്ടോ കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നത് വരെ ഇതിനെ ബേക്ക് ചെയ്തെടുത്താൽ മതി. നമുക്കിതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. കേക്ക് ഫുള്ളായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതിനെ പാനിൽ നിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് തന്നെ നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു വയർ റാക്കിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ സ്ലൈസ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.